എടി നിന്റെ ചേട്ടനെ കാണാൻ എന്നാ ലുക്കാടി. ലുക്ക് മാത്രമേ ഉള്ളടി, വെറും കച്ചറയാണ്. അച്ഛന്റെ കാശ് മുടിപ്പിക്കാൻ വേണ്ടി നടക്കുവാടി. 22 സപ്ലി ഉണ്ട് എഴുതാനൊക്കെ. എടി തെണ്ടിപ്പെങ്ങളെ, നിന്നെ ഞാൻ കാണിച്ചു തരാട്ടോ. നല്ല രാത്രി മുഴുവൻ എവിടെയായിരുന്നടാ നീ? അതമ്മ, ഞാൻ ഇന്നലെ വിഷ്ണുവിന്റെ വീട്ടിൽ കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. സത്യം പറയടാ, എന്തുവാടാ നീ വലിച്ചു കയറ്റിയിരിക്കണേ? ഇതെന്താ വിശ്വാസം സംസാരിക്കുന്നത്? എങ്ങനെ വിശ്വസിക്കാനാണ്? നിന്റെ പഠിത്തം കഴിഞ്ഞ് 2 വർഷമായി. പിന്നെ നീ ഇപ്പൊ എന്ത് പഠിക്കാനാ പോയി? എന്താ? ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. എന്ത് മൊഞ്ചാലേ, ഓളാ നോട്ടം ചിരി നോക്കാം. ആ താത്താന്റെ നോട്ടം കണ്ടാൽ അറിയില്ലേ തേക്കാനില്ല മണലും സിമെന്റും റെഡിയാണെന്ന്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്തെന്നാ? ഇന്നോടല്ല, ഇന്നോടാ. എന്തെന്നാ? എന്റെ ചങ്ങാഴ്ചക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടാ? ഇതുവരെ ഇല്ല. അപ്പൊ ശരി. എന്റെ പേര് ആതിര. എന്റെ പേര് ബാബു. എത്ര പഠിച്ച്? 10. ഞാൻ 8. അപ്പൊ 18. നമുക്ക് ജീവിക്കാതൊക്കെ മതി. കല്യാണം കഴിഞ്ഞ് നിന്നെ ഊട്ടി കൊണ്ടോ, കൊടൈക്കനാലിൽ കൊണ്ടോ, മൈസൂർ കൊണ്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു. ഞാൻ പോണു. നിങ്ങളെ പേരെന്ത്? ഞാൻ ഉമ്മ കുൽസു. ഓക്കെ, നിങ്ങളെ പോരെ എവിടെ? എന്റെ പോരെ കാസർഗോഡ്. ഓക്കെ, നിങ്ങൾ ഇപ്പൊ എവിടെ വരുന്നത്? ഞാൻ ദുബൈന്ന് ഇപ്പൊ വരുന്നത്. അന്ന് നിങ്ങൾ ദുബായി പോയിനി? അന്നെ മംഗലം കഴിച്ചിട്ട് കൊടുത്തത് ആടെ. അന്ന് മംഗലം കഴിച്ച് ആടെ കൊടുത്തേ? അപ്പൊ മാപ്പിൾക്കാടെ പണി. ഓ, അങ്ങനെ അങ്ങനെ. ഓക്കെ ഓക്കെ. അങ്ങനെ ഞാനിപ്പോ ആടെ. അപ്പൊ നാട്ടിൽ നിന്ന് ആരും ഒന്നും പറയില്ലേ? എല്ലാരും ചോദിക്കുന്നേ, എന്താ ചോദിച്ചേ? നിങ്ങക്ക് മലയാളം ഉണ്ടാൻ അറിയോ? ആണോ? വേറെന്താ ചോദിച്ചേ? മലയാളം എഴുതാനും വായിക്കാൻ അറിയോ? അത് നിങ്ങൾ ആടെ തന്നെ ആയോണ്ട് ചോദിച്ചതായിരിക്കൂ. അപ്പൊ ഞാനൊന്ന് ചോദിക്കുന്നേ, ചോദിക്ക്. ഞമ്മെന്ത് ബോളന്മാരാ? ആ, എന്നെ ബേളന്മാരാ? ഞമ്മ സ്കൂളൊന്നും കാണാത്തോറാ. പടച്ചോനെ, പാമിനാന്നുള്ള റബ്ബെ ഞാൻ ചവിട്ടിയത്. അല്ലടിക്ക് കുറച്ച് കറുത്ത പോലുണ്ടല്ലോ. ഞാനാ? നിങ്ങക്ക് തോന്നണായിരിക്കും. അതായിരിക്കും. നിങ്ങള് കാര്യത്തി പറഞ്ഞ എന്ത്? ഞാൻ കറുത്തൂന്ന്. ഇല്ലടി, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇപ്പോഴും വെളുത്തിട്ട് തന്നെ പല്ലി. ഹായ്, എനിക്ക് കുറച്ച് പൈസ വിഡ്രോ ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ മാഡം, എത്രയാ വിഡ്രോ ചെയ്യേണ്ടത്? കേട്ടില്ല മാഡം, എത്രയാ? 75,000. 75? 100 ഉണ്ടായിരുന്നു. ATM പോയി. ഹലോ, പറയടി മുത്തേ. ഇന്ന് രാവിലെ ബസ് സ്റ്റോപ്പിൽ നീ ഒരു പെങ്കൊച്ചുമായി സംസാരിച്ച് നിൽക്കുന്ന കണ്ടായിരുന്നു. ആരാ അത്? അതോ, അതെന്റെ കസിൻ അടി, കസിൻ. ഓ, നിന്റെ ആ കസിൻ ഇല്ലേ? അതെന്റെ അനിയത്തിയാണ് കേട്ടോ. മോളൂസേ, ഉറക്കം വരാത്ത രാത്രികളിൽ ഞാൻ നിന്നെ ഓർത്ത് കിടക്കും. നിന്റെ ആ മുഖം, നിന്റെ ആ ചിരി, നിന്റെ ആ പല്ലുകൾ. എനിക്ക് വയ്യ. എന്നിട്ടെന്താ, അതോടെ എന്റെ ബോധവും പോവും. അല്ലാണ്ട് എന്ത്? അല്ല, അതല്ല. ഗുഡ് നൈറ്റ്. പുല്ല് വേണ്ടായിരുന്നു. ഏട്ടാ ഏട്ടാ, ഞാൻ കുളിമുറിയില്ല. ഒന്ന് സോപ്പ് തേച്ച് തിരുമ്പി തരുമോ പ്ലീസ്? ഇതാ ഞാൻ എത്തിയല്ലോ. നിങ്ങളെ ഇതൊക്കെ നന്നായി സോപ്പ് തേച്ച് കഴുകിയിട്. എനിക്ക് അടുക്കള 100 കൂട്ടം പണിയുണ്ട്. ഇജ്ജെന്തീ കാട്ടണ്? കൂട്ടാൻ വെക്കുക. അപ്പൊ ഉമ്മല്ലേ കാലത്ത് കൂട്ടാണ്ടാക്കി? അത് കഴിഞ്ഞ് ഞാനൊക്കെ ഉണ്ടാക്കിയ 2 ദിവസം ഒരു കേടും വരാതിരിക്കും. ഇജ്ജുണ്ടാക്കി ആരും കൂട്ടില്ല. അപ്പൊ അവിടെ ഇരിക്കും. ഇജ്ജ ഒരു ക്രെഡിറ്റ് ആയി കൊണ്ടിടക്കപ്പോ. നമുക്ക് ഹണിമൂൺ വെസ്റ്റ് ജർമ്മനിലാക്കിയാലോ? അവിടെ ഇറ്റലി അടുത്താണ്. റോമിൽ ഒന്ന് പോവാം. യൂറോ റെയിൽ ടിക്കറ്റ് എടുത്താൽ യൂറോപ്പ് മുഴുവനും കറങ്ങാം. നിങ്ങളുടെ വീടിന്റെ അടുക്കള പുറത്ത് ഓട് പൊട്ടി ചോരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയായിരുന്നോ? എന്താ പറ്റിയേ? ആ വൃത്തിയിട്ടതന്നെ ഇട്ടിട്ട് പോയി പൊട്ടി. സാരില്ല, അതിപ്പോ മുകളിലേക്ക് നോക്കി എന്താ കാര്യം? എനിക്ക് കരയണമെന്നുണ്ട്, പക്ഷെ 2000 രൂപയുടെ ഫൗണ്ടേഷനോ. നീയല്ലേ പറഞ്ഞോട് സീനാന്ന്. പേടിക്കണ്ട, ഞാൻ എന്റെ വീട്ടുകാരോണ്ട് വന്നു. നമുക്കെല്ലാം സെറ്റാക്കാം. ഞാൻ ഏപ്രിൽ ഫുള്ള് പറ്റിക്കാൻ വേണ്ടി ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. എടി മാർച്ചല്ലത്. അത് ഏപ്രിൽ 1 പറ്റി ജയിക്കില്ലല്ലോ നേരിച്ച് മുന്നേ പറ്റിക്കാൻ നോക്കിയതാ. കുട്ടിക്ക് ലൈൻ ഉണ്ടാ? ഇല്ല. വൗ, സൂപ്പർ. അപ്പോ ഓക്കെ, ഐ ലവ് യു. സ്റ്റുപ്പിഡ്. ലയൻ ഇല്ല എന്നേ പറഞ്ഞുള്ളൂ, ഹസ്ബൻഡ് ഇല്ല എന്ന് പറഞ്ഞില്ല.